ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. എന്താ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസസിംഗ് പെർഫോമൻസ്, റിസ്ക് ആൻഡ് അലൈൻമെന്റ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വിത്ത് ആൻ ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ ഗോൾസ്. ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പോർട്ട്ഫോളിയോ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, അതിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്ററിന്റെ ഫിനാൻഷ്യൽ ഗോളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ്, അസസ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റർക്ക് റിസ്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്, പോർട്ട്ഫോളിയോന്റെ പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്, റിസ്ക് കൺസിഡറേഷൻ ഉണ്ട്, അസറ്റ് അലൊക്കേഷനും ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിനുള്ള അഡിയറൻസും ഉണ്ട്. ഇനി ഇതിന്റെ മെയിൻ പർപ്പസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ്, അതായത് ഈ പോർട്ട്ഫോളിയോന്റെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. യൂസ് ചെയ്യുന്ന കോമൺ മെട്രിക്സ് എന്ന് പറയുന്നത് ടോട്ടൽ റിട്ടേൺ, അതുപോലെ തന്നെ CAGR, ഷാർപ്പ് റേഷ്യോ, VR, വാല്യൂ അറ്റ് റിസ്ക് അനാലിസിസ്, ബീറ്റ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇൻഡെപ്ത് അനാലിസിസ്, അത് ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മിക്സിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ റിമെയിൻസ് റെസിലിയന്റ്, ബാലൻസ് ആൻഡ് അലൈൻഡ് വിത്ത് ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ്. ഇനി പോർട്ട്ഫോളിയോ ഇവാലുവേഷന്റെ നീഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ ഡൈനാമിക് ആണ്, ഇൻവെസ്റ്ററിന്റെ ഗോളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ, മാർക്കറ്റ് ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടും വേണ്ടിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ റിസ്ക് കൺട്രോൾ ചെയ്യുക, റീബാലൻസിങ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഔട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സ് ഒക്കെ വിൽക്കുക, പ്രോമിസിംഗ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിക്കുക, ഓവർ റിസ്കി സെക്ടേഴ്സിലോട്ടുള്ള ഓവർ എക്സ്പോഷർ ഒക്കെ പ്രിവെന്റ് ചെയ്യുക, ടാക്സ് എഫിഷ്യൻസിയിലും ലിക്വിഡിറ്റിയിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് അതിന്റെ നീഡായിട്ട് വരുന്നത്. ഇനി പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഇവാലുവേഷൻ പെർസ്പെക്റ്റീവ്. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ നമുക്ക് 3 പെർസ്പെക്റ്റീവിൽ മെയിൻ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വ്യൂ, രണ്ടാമത്തത് സെക്യൂരിറ്റി വ്യൂ, മൂന്നാമത്തത് പോർട്ട്ഫോളിയോ വ്യൂ. ട്രാൻസാക്ഷൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പെസിഫിക് ട്രാൻസാക്ഷൻ, അതായത് പർച്ചേസ്, സെയില്, ഹോൾഡിംഗ് ഡിസിഷൻ, ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ ട്രാൻസാക്ഷനിലും ഇൻവോൾവ് ആയിട്ടുള്ള ടൈം എത്രത്തോളം ഉണ്ട്, കോസ്റ്റ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഓരോന്നിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇത് വരുന്നത്. ഇതിന്റെ ബ്രോക്കറേജ്, കമ്മീഷൻ, സ്പ്രെഡ്, ഇങ്ങനത്തെ കോസ്റ്റ് ഒക്കെ മാക്സിമം കുറക്കുക. ഇതാണ് ഈ ട്രാൻസാക്ഷൻ വ്യൂവില് നമ്മൾ ഈ വാല്യുവേഷന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് സെക്യൂരിറ്റി വ്യൂ. സെക്യൂരിറ്റി വ്യൂ ഫോക്കസസ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്, സ്റ്റോക്ക്, ബോൺസ്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ ഓരോന്നിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും റിസ്ക് റിട്ടേൺ പ്രൊഫൈലാണ് എക്സാമിൻ ചെയ്യുന്നത്. അതിന്റെ ഓരോന്നിന്റെയും ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്, വോളറ്റിലിറ്റി, ഗ്രോത്ത്, ഇവയെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അസസസ് ഹൗ ഈച്ച് സെക്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ടു പോർട്ട്ഫോളിയോ ഗോൾസ് ആൻഡ് റിസ്ക് ലെവൽസ്. ഓരോന്നിന്റെയും റിസ്ക് ലെവല് സെപ്പറേറ്റ് നോക്കുന്നു, ഇത് മൊത്തത്തിൽ എങ്ങനെ ആ പോർട്ട്ഫോളിയോയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സെക്യൂരിറ്റി വ്യൂവില് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് പോർട്ട്ഫോളിയോ വ്യൂ. പോർട്ട്ഫോളിയോ വ്യൂവിൽ നോക്കുന്നത് ആ ഒരു പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള ഓവറോൾ സ്ട്രക്ചറും പെർഫോമൻസും ആണ്. അതുപോലെ തന്നെ ഇവാലുവേഷന് ഒരു കോംപ്രഹെൻസീവ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസറ്റ് അലൊക്കേഷൻ, സ്റ്റോക്സ്, ബോൺസ്, അങ്ങനെയുള്ള അസറ്റ്, അതിന്റെ ഇടയിൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അസറ്റ് അലൊക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസും വോളറ്റിലിറ്റിയും മെഷർ ചെയ്യുന്നുണ്ട്. ലോവർ പോർട്ട്ഫോളിയോ റിസ്കിലോട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പോർട്ട്ഫോളിയോ വ്യൂ. സോ ഈ 3 നമ്മുടെ ഇവാലുവേഷനിൽ, പോർട്ട്ഫോളിയോ ഇവാലുവേഷനിൽ വരുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ വ്യൂ, രണ്ടാമത് സെക്യൂരിറ്റി വ്യൂ, മൂന്നാമത്തത് പോർട്ട്ഫോളിയോ വ്യൂ. ഇനി ഇതിൽ പറയുന്ന അടുത്തതാണ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ. റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേണിൽ പറയുന്നത് ഇറ്റ് ഇവാലുവേറ്റ്സ് റിട്ടേൺ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് റിസ്ക്. ഒരു യൂണിറ്റ് ഓഫ് റിസ്കിന് ഏൺ ചെയ്യുന്ന റിട്ടേൺ എങ്ങനെയാണെന്നുള്ളതാണ്
എന്നുള്ളതാണ്. അതിൽ റിസ്ക് ഫ്രീ റിട്ടേൺ ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക് പ്രീമിയം ഉണ്ട്. അപ്പോൾ ഹയർ റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആണ്. അതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. റിസ്ക് പ്രീമിയം പെർ യൂണിറ്റ് ഓഫ് റിസ്ക് ഈസ് ഇക്വൽ ടു പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ റിസ്ക് മെഷർ. ഇത് റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ബെറ്റർ ആണെന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇനി ഷാർപ്പ് റേഷ്യോ ആണ് അടുത്തത് പറയുന്നത്. അതായത് റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ. അതായത് പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺ. ഇവിടെ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആണ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഷാർപ്പ് റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഡിസൈറബിൾ ആയിട്ടുള്ളത്. ദെൻ മൂന്നാമത്തതാണ് ട്രെയിനർ റേഷ്യോ, റിവാർഡ് ടു വോളറ്റിലിറ്റി റേഷ്യോ. ട്രെയിനർ റേഷ്യോ TR ഈക്വൽ ടു പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ പോർട്ട്ഫോളിയോ ബീറ്റ. അപ്പൊ ഏത് പോർട്ട്ഫോളിയോസ് ആണ് ഏറ്റവും റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് നൽകുന്നത് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് ഇതിലൂടെ മനസ്സിലാവും. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ജെൻസൺസ് പെർഫോമൻസ് ഇൻഡെക്സ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ CAPM. അത് നെഗറ്റീവ് ആൽഫ ആണെന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ അണ്ടർ പെർഫോംഡ് ആണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് വഴി മാനേജേഴ്സിന് എത്രത്തോളം നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡെക്സ്, ഈ ഒരു കാൽക്കുലേഷൻ വഴി ജെൻസൺസ് ആൽഫ വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 4 കാൽക്കുലേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ, അതിൽ രണ്ടാമത്തേത് ഷാർപ്പ് റേഷ്യോ, മൂന്നാമത്തേത് ട്രെയിനർ റേഷ്യോ, ലാസ്റ്റ് വൺ ജെൻസൺസ് പെർഫോമൻസ് ഇൻഡെക്സ്. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാനുള്ള 4 ഇൻഡെക്സുകളാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു യൂണിറ്റ്. താങ്ക് യു.